ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഡെയിലി റുട്ടീനിലോട്ട് കയറുകയാണ്. വേറൊന്നുമല്ല, ആക്ച്വലി ഹാൻഡ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു വർക്കാണ്. എന്നും ഞാൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ ഗ്ലിംസസ് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നിങ്ങളെ കൂടി എൻ്റെ ഈ വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാമെന്ന്. സോ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ തിരുതാളി എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഉണ്ട്. അപ്പോൾ ആ ഫ്ലവർ ഇത് കസ്റ്റമൈസ്ഡ് സാരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലവർ ഞാൻ ഈ ഒരു സാരിയിലേക്ക് വരയ്ക്കുന്നുണ്ട്. ഒരേ കളർ പാറ്റേൺ പിടിക്കുന്നില്ല, ഒരു 3 കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം സാധാരണക്കാർക്ക് തുടക്കക്കാർക്കാണെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു ക്ലോത്ത് വേണം. സ്കൈ ബ്ലൂ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഫോർ ഷെയ്ഡിങ് വൈറ്റ് കളർ. ഇത് മസ്റ്റാണ് കേട്ടോ. അതായത് നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യത്തിനൊന്ന് കൈ തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്. ഞാൻ ബനിയൻ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. സൈസ് 11 ആണ്. ഒരു റൗണ്ട് ബ്രഷ്, കുറച്ച് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഒന്ന് പെയിന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്കൈ ബ്ലൂ ആണ് പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചെയ്ത് വന്നപ്പോഴേക്ക് അത് കുറച്ച് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വന്നു. സോ ഞാനിപ്പോൾ ഒരു ക്രോം യെല്ലോ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഈ പെറ്റൽസിൻ്റെ എല്ലാം 1/4 ഭാഗം വെച്ചിട്ട് ഞാൻ ഒരു ക്രോം യെല്ലോ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 1/4 ഭാഗം ടിപ്പിൽ നിന്നൊരു 1/4 ഭാഗം നമ്മൾ വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പെയിൻറ്റും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഷെയ്ഡ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് 2 ഫ്ലവർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ലീഫിന് കൊടുക്കുന്നത് സാബ് ഗ്രീൻ ആണ്. ഫസ്റ്റ് സാബ് ഗ്രീൻ വെച്ചിട്ട് ലീഫിന് വരച്ചിരിക്കുന്ന സ്കെച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷമാണ് ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മളത് വാട്ടർ കളർ എഫക്റ്റിലാണ് ചെയ്യുന്നത്. സോ അകത്തേക്ക് കൊടുക്കുന്ന മിക്സ് ചെയ്യുന്ന ആ ഒരു പെയിൻറ്റ് പുറത്തേക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് നല്ലോണം വാട്ടർ എടുത്തിട്ട് വളരെ ലിക്വിഡായിട്ട് വേണം ഈ ഒരു പെയിൻറ്റിങ് സാബ് ഗ്രീൻ ചെയ്യേണ്ടത്. കാരണം ഞാൻ എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് പെയിൻറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു വാട്ടർ കളർ എഫക്റ്റിൽ എല്ലാ ലീഫിൻ്റെയും അകത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഓരോ പെറ്റലും ആ രീതിയിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഓരോ പെറ്റലും ചെയ്യുമ്പോഴും ഡ്രയർ വെച്ചിട്ട് ഹീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഭംഗിയായിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ വാട്ടർ എഫക്റ്റിൽ കൊടുത്തിരിക്കുന്ന സാബ് ഗ്രീനിൻ്റെ കളറ് ഉണങ്ങണം. അപ്പോൾ ലൈൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ പിക്ചർ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ട്രൈ ചെയ്ത പെയിൻറ്റിങ് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ.